ഇത്തവണ BJPയുടെ പ്രചാരണമടക്കം വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് നടക്കുന്നത്. ഇത്തവണ സീറ്റ് തുറക്കും എന്നുള്ള പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥികളും അതുപോലെ BJP അണികളും. അവർക്ക് ഊർജം നൽകാനായിട്ടാണ് പ്രധാനമന്ത്രിയുടെ വരവ്. പക്ഷേ പ്രധാനമന്ത്രിയുടെ വരവിനോടനുബന്ധിച്ച് നമുക്കറിയാം കൃത്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കാറുള്ളത്. പഴുതടച്ച സുരക്ഷ, ഒരു തരത്തിലും ഒരു സുരക്ഷാ വീഴ്ച സംഭവിക്കാതിരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചുമതലയുള്ളവർ നടത്താറുണ്ട്. കഴിഞ്ഞ ദിവസം അദ്ദേഹം തലസ്ഥാന നഗരിയിലെത്തിയപ്പോൾ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയിൽ പെപ്പർ സ്പ്രേയുമായി ഒരു യുവാവെത്തി. ആ യുവാവിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈ യുവാവ് കയ്യിൽ പെപ്പർ സ്പ്രേയുമായിട്ട് പ്രധാനമന്ത്രി നടന്നു പോകുന്ന റോഡ് ഷോ കാണാൻ എത്തിയിരിക്കുന്നത് എന്നുള്ള ദുരൂഹമായിട്ടുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇന്നലെ വൈകിട്ട് 5:30 സംഭവം. കൽപ്പാളയം ജംഗ്ഷൻ ഭാഗത്ത് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് യുവാവിൻ്റെ കൈവശമുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ കുപ്പി ബോംബ് സ്ക്വാഡ് കണ്ടെത്തിയത്. തുടർന്ന് കരമന പോലീസ് സ്റ്റേഷനിലേക്ക് യുവാവിനെ മാറ്റുകയും ചെയ്തു. തിരുവനന്തപുരം നഗരത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയ സുരക്ഷാ വലയം ഭേദിച്ചാണ് യുവാവ് പെപ്പർ സ്പ്രേയുമായി എത്തിയത് എന്നതും സുരക്ഷാ ഏജൻസികളെ ഞെട്ടിച്ചിട്ടുണ്ട്. കൽപ്പാളയം ജംഗ്ഷനിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട യുവാവിനെ പരിശോധിച്ചപ്പോഴാണ് കൈവശം പെപ്പർ സ്പ്രേ ഉണ്ടെന്ന് വ്യക്തമായത്. ഉടൻ തന്നെ ഇയാളെ കരമന പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കി. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്ന അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള മേഖലയിൽ ഇത്തരമൊരു വസ്തുവുമായി എത്തിയത് എന്തിനാണെന്ന കാര്യത്തിൽ പോലീസും ഗൗരവമായ അന്വേഷണം നടത്തുന്നുണ്ട്. യുവാവിൻ്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു. ഇയാളുടെ മുൻകാല ചരിത്രവും ഏതെങ്കിലും സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും രഹസ്യാന്വേഷണ വിഭാഗം പരിശോധിച്ചു വരികയാണ്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും സംഭവത്തെക്കുറിച്ചും സംസ്ഥാന പോലീസിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയിൽ 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അദ്ദേഹം കടന്നു പോകുന്ന വഴിയിൽ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പ്രധാനമന്ത്രിയെ കാണാനായിട്ട് അവിടെ ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. ഇത്രയും വലിയ ജനക്കൂട്ടത്തിനിടയിൽ സുരക്ഷാ പരിശോധന കർശനമാക്കിയിരുന്നു. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലം കൂടിയാണ്. സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലെത്തി യുവാവിനെ നേരിട്ടും ചോദ്യം ചെയ്തു. തൻ്റെ കൈവശമുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ സഹോദരിക്ക് നൽകാൻ കൊണ്ടുവന്നതാണെന്നാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത്. എന്നാൽ അത് വിശ്വസനീയമല്ല. കാരണം അതീവ സുരക്ഷാ മേഖലയിൽ ഇത്തരം വസ്തുക്കളുമായി എത്തിയത് ഗൗരവകരമായാണ് അധികൃതർ കാണുന്നത്. യുവാവിന് എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഇയാളുടെ പശ്ചാത്തലത്തെക്കുറിച്ചും കൂടുതൽ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇതിനെയും അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര ഏജൻസികൾ കാണുന്നത്. യുവാവിന്റെ വീട്ടിലും പോലീസ് പരിശോധന നടത്തിയതായാണ് വിവരം. ഇയാൾ താമസിക്കുന്ന സ്ഥലത്തെ ആളുകളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ആസൂത്രിതമായ നീക്കമാണോ അതോ അബദ്ധത്തിൽ സംഭവിച്ചതാണോ എന്ന് വ്യക്തമാക്കാൻ ശാസ്ത്രീയമായ തെളിവുകൾ കൂടി വേണമെന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. റോഡ് ഷോയിൽ പങ്കെടുത്തവരിൽ പലരും യുവാവിനെ തടഞ്ഞു വെച്ചതായും വിവരമുണ്ട്. അസ്വാഭാവിക പെരുമാറ്റം ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് വിവരം പോലീസിനെ അറിയിച്ചതെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. യുവാവിന്റെ ഫോൺ രേഖകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും സൈബർ സെൽ പരിശോധിച്ചു വരികയാണ്. ഏതെങ്കിലും തരത്തിൽ ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ യുവാവ് ഈ പെപ്പർ സ്പ്രേയുടെ ബോട്ടിലുമായി എത്തിയത് എന്നുള്ളത് തെളിയുകയാണെങ്കിൽ കർശനമായിട്ടുള്ള നീക്കം തന്നെ യുവാവിനെതിരെ നടക്കും. പ്രധാനമന്ത്രിയുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയുണ്ടായ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന VIP സന്ദർശനങ്ങളിലും നിയന്ത്രണം കടുപ്പിക്കാനാണ് സാധ്യത. ഏതായാലും ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള സുരക്ഷാ പരിശോധനയ്ക്കിടെ ഇത് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതും വലിയൊരു കാര്യമാണ്. ഏതായാലും യുവാവിനെ ചോദ്യം ചെയ്തു വരികയാണ്. യുവാവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടൊക്കെ തന്നെ യുവാവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ കൃത്യമായി ദുരുദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള നടപടികളിലേക്ക് പോലീസ് സംവിധാനം കടക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലാണ് BJP ക്യാമ്പിന് ആവേശം പകരാനായിട്ട്
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഇന്നലെ നടന്നത്. 1 മണിക്കൂർ നീണ്ട റോഡ് ഷോയിൽ വിവിധ മണ്ഡലങ്ങളിൽ നിന്നായി 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തിരുവനന്തപുരം, നേമം മണ്ഡലങ്ങളിൽ ഉൾപ്പെടുന്ന കരമന ഭാഗത്തൂടെയായിരുന്നു റോഡ് ഷോ. നേമത്തെ സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന പ്രസിഡന്റുമായ രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് മത്സരിക്കുന്ന V മുരളീധരൻ, വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥി R ശ്രീലേഖ, തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി കരമന ജയൻ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം റോഡ് ഷോയിൽ പങ്കെടുത്തു. തലസ്ഥാനത്തെ കിള്ളിപ്പാലം മുതൽ കരമന വരെ മണ്ണെറിഞ്ഞാൽ താഴെ വീഴാത്ത പരുവത്തിലായിരുന്നു ജനക്കൂട്ടം. അവർക്കിടയിലൂടെ അടിവെച്ച് ജനനായകൻ നീങ്ങുന്ന കാഴ്ച കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ സുരക്ഷാ സംവിധാനങ്ങൾ ആരും കാര്യമാക്കിയില്ല. പക്ഷേ രാജ്യത്തെ മുഴുവൻ സുരക്ഷയും കാക്കുന്ന ഉദ്യോഗസ്ഥർ കണ്ണു ചിമ്മാതെ നിന്നും. ഇടതും വലത്തും BJP ജയ് വിളികൾ പൊടിപൊടിച്ചു. ഭാരത് മാതാ ജയ് വിളികൾ, ജയ് മോദി വിളികൾ പ്രകമ്പനം കൊള്ളിച്ചു. നടുവിൽ പൂക്കൾ കൊണ്ടും BJP പതാകകൾ കൊണ്ടും അലങ്കരിച്ച വാഹനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, സംസ്ഥാന BJP പ്രസിഡന്റും നേമം സ്ഥാനാർത്ഥിയുമായ ഡോക്ടർ രാജീവ് ചന്ദ്രശേഖറും, പാർട്ടി വൈസ് പ്രസിഡന്റും വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥിയുമായ R ശ്രീലേഖ IPS, പിന്നീട് സ്ഥാനാർത്ഥികളായ കരമന ജയനും V മുരളീധരൻ എന്നിവരും മോദിക്കൊപ്പം വാഹനത്തിലുണ്ടായിരുന്നു. വാഹനത്തിലെ സ്ഥലപരിമിതിയും സുരക്ഷാ വ്യവസ്ഥകളും മൂലം മറ്റു സ്ഥാനാർത്ഥികൾക്ക് പ്രധാനമന്ത്രിക്കൊപ്പം ചേരാനായില്ല. ഇവരെ പ്രധാനമന്ത്രി പ്രത്യേകം കാണുകയുണ്ടായി. സന്ധ്യയായതിനാൽ ദീപപ്രഭയിൽ തെളിയുന്ന താമര ചിഹ്നവും ഏന്തിയാണ് നേതാക്കൾ ജനക്കൂട്ടത്തെ അഭിവാദ്യം ചെയ്തത്. സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP NDA സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിൽ പ്രധാനമന്ത്രിയുടെ പരിപാടികളുടെ പരിസമാപ്തി കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം. തിരുവല്ലയിൽ സ്ഥാനാർത്ഥി അനൂപ് ആന്റണിയുടെ മണ്ഡലത്തിൽ നടന്ന പൊതുയോഗത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തിയത്. കേരള സംസ്കൃതിയെ പ്രഘോഷിക്കുന്ന കലാരൂപങ്ങളും റോഡ് ഷോയ്ക്ക് വർണ്ണ ഭംഗി കൂട്ടിയിട്ടുണ്ട്. ഏതായാലും അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു പെപ്പർ സ്പ്രേയുമായി യുവാവ് എത്തിയിട്ടുള്ള സംഭവം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.